നിങ്ങൾ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാവാം. നിറവില്ലാത്ത കുടുംബജീവിതമായിരിക്കാം, പരസ്പരം സ്നേഹമില്ലാത്ത കുടുംബജീവിതമായിരിക്കാം. മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഈ ജപമാല മാസത്തിൽ ദൈവം ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ചൊരിയാൻ തുടങ്ങും. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ദൈവകൃപ നിറഞ്ഞ നല്ലൊരു ആഴ്ച നേരുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹവും നന്മയും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹം കൂടുതൽ ആഴപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഈ ഒക്ടോബർ മാസം ജപമാല മാസമാണ്. നമ്മുടെ കുടുംബങ്ങളെയെല്ലാം ഒരു പരിധി വരെ പിടിച്ചു നിർത്തുന്നത്, ഒരുമിച്ച് നിർത്തുന്നത് നമ്മുടെ കുടുംബത്തിലുള്ള കുടുംബ പ്രാർത്ഥനയാണ്. സാധാരണ വിവാഹ കർമ്മങ്ങളുടെ ഇടയിൽ പുരോഹിതൻ നവവധൂവരന്മാർക്ക് ഒരു ജപമാല കൊടുക്കും. അവരുടെ കയ്യിൽ താലി പഞ്ചരിച്ച ശേഷം, മോതിരങ്ങൾ പഞ്ചരിച്ച ശേഷം ഒരു ജപമാല അവരുടെ കരങ്ങളിൽ കൊടുക്കും. ഈ ജപമാല ഭാര്യ ഭർത്താക്കന്മാർക്ക് പുരോഹിതൻ തരുന്നത് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങൾ വിവാഹത്തിലൂടെ ആരംഭിച്ച കുടുംബജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി തരുന്നത് നിങ്ങൾക്ക് ഈ ജപമാലയിലൂടെയാണ്. ഹല്ലേലൂയ. വിവാഹം എന്ന കൂദാശയിലൂടെ നിങ്ങൾക്ക് കുടുംബജീവിതത്തിന് ആവശ്യമായ എല്ലാ കൃപകളും, ശാരീരികവും മാനസികവും ആത്മീയവും ഭൗതികമായ എല്ലാ കൃപാവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു പുരോഹിതൻ തരുന്ന ജപമാല അതിനുള്ള മാർഗമാണ്. നമ്മളൊരു ദൂരെ യാത്ര ചെയ്യാന്ന് വിചാരിക്കട്ടെ. ദൂരെ യാത്ര ചെയ്യുമ്പോൾ റോഡിൻ്റെ അരികുകളിൽ ചില സൈൻ ബോർഡ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വലത്തേക്ക് തിരിയുക, അവിടെ അപകടമുണ്ട്, അവിടെ അടുത്ത് സ്കൂളുണ്ട്, അടുത്തൊരു വളവുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചു പോകണം, ഇനി വേഗത കുറച്ച് പോകണം എന്നൊക്കെ നമ്മളൊരു ദീർഘയാത്രയ്ക്ക് പോകുമ്പോൾ റോഡ് സൈഡിലുള്ള സൈനുകൾ നമ്മെ ഓർമ്മിപ്പിക്കും. ഇതുപോലെയാണ് കുടുംബജീവിതം എന്ന് പറയുന്ന ഒരു ദീർഘയാത്ര നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്രയിൽ ഈ ജപമാല എന്ന് പറയുന്നത് ഒരു സൈൻ ബോർഡാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറച്ചും കൂടി സ്നേഹം കാണിക്കണം കേട്ടോ. നിങ്ങൾ പരസ്പരം കുറച്ചുകൂടി സംസാരിക്കണം കേട്ടോ. ജീവിത പങ്കാളി പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നിങ്ങൾ കുറച്ചും കൂടി മറ്റുള്ളവർ പറയുന്നത് എന്താണെന്ന്, നിങ്ങളുടെ ജീവിത പങ്കാളി എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇങ്ങനെയുള്ള സൈൻ ബോർഡുകളാണ് നിങ്ങൾ ചൊല്ലുന്ന ജപമാല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജപമാല എന്ന് പറയുന്നത് കുടുംബജീവിതക്കാരുടെ തുണയും മാതൃകയുമായിട്ടുള്ള പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ മാധ്യസ്ഥം തേടിയുള്ള പ്രാർത്ഥനയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ മറിയം ഒരു ഭാര്യയായിരുന്നു, ഒരമ്മയായിരുന്നു. ഒരു കുടുംബജീവിതത്തിലെ, ഒരു കുടുംബത്തിലെല്ലാ ബുദ്ധിമുട്ടുകളും അവൾക്കറിയാമായിരുന്നു. ഒരു കുടുംബജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും, പ്രശ്നങ്ങളും, പ്രതിസന്ധികളും, വ്യാകുലതകളും, ആകുലതകളും എല്ലാം മറിയത്തിനറിയായിരുന്നു. അപ്പോൾ ഒരു കുടുംബത്തിൽ നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ജപമാലകൾ എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായി പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ മാധ്യസ്ഥ്യം നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബജീവിതത്തിന് ആവശ്യമായ നന്മകൾ, പുണ്യങ്ങൾ, കൃപാവരങ്ങളെല്ലാം മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം വഴി ദൈവം നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് ചൊരിയാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഒരു വിവാഹ കർമ്മത്തിൽ വധൂവരന്മാർക്ക് പുരോഹിതൻ ജപമാല കൊടുക്കുന്നത്. ഈ ജപമാല നിങ്ങൾ ചൊല്ലാൻ തുടങ്ങി നോക്കിക്കേ, ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. പ്രധാനമായി 4 രഹസ്യങ്ങളാണല്ലോ ഉള്ളത്. നിങ്ങൾ സന്തോഷത്തിൻ്റെ രഹസ്യം ചൊല്ലുമ്പോൾ നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ച്, നിങ്ങളുടെ മക്കളുടെ ജനനത്തെക്കുറിച്ച്,
അവർ വളർത്തിയ നല്ല ഓർമ്മകളെക്കുറിച്ചൊക്കെ നിങ്ങൾ യേശുവിൻ്റെ രഹസ്യങ്ങളോട് ചേർത്ത് നിങ്ങൾ ധ്യാനിക്കാൻ വേണ്ടി തുടങ്ങണം. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ കുറവുകളും ജപമാലയുടെ പരിഹരിക്കാൻ വേണ്ടി തുടങ്ങും. ദുഃഖത്തിൻ്റെ രഹസ്യം നിങ്ങൾ ചൊല്ലി ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് പറ്റിയ ചില മുറിപ്പാടുകളുണ്ടാവാം, തള്ളിപ്പറയപ്പെട്ട അനുഭവങ്ങളുണ്ടാവാം, ക്രൂശിത്തറയ്ക്കപ്പെട്ട അനുഭവങ്ങളുണ്ടാവാം. അതെല്ലാം നിങ്ങൾ ഈ ജപമാലയോടൊപ്പം ക്രിസ്തു രഹസ്യത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ അവിടെ ഒരു സൗഖ്യം സംഭവിക്കാൻ വേണ്ടി തുടങ്ങും. മഹിമയുടെ രഹസ്യം നിങ്ങൾ ധ്യാനിക്കുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച കുറേ കാര്യങ്ങളുണ്ടാവാം, നിങ്ങൾ ഒരുമിച്ച് ചെലവഴിച്ച കുറേ സംഭവങ്ങളുണ്ടാവാം, പരിശുദ്ധാത്മാവ് നിങ്ങൾ പ്രവർത്തിച്ച ചില കാര്യങ്ങൾ, നിങ്ങൾ വിജയിച്ചു പോയ ചില അനുഭവങ്ങളുണ്ടാവാം. അതെല്ലാം മഹിമയുടെ രഹസ്യത്തോട് ചേർത്ത് നിർത്തി നിങ്ങൾ പ്രാർത്ഥിക്കണം. നാലാമതായിട്ട് പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ നിങ്ങൾ ധ്യാനിക്കുമ്പോൾ കുടുംബജീവിതം, വിവാഹം എന്ന് പറഞ്ഞ് എപ്പോഴും ഒരു രഹസ്യമാണ്. യേശുവിൻ്റെ രഹസ്യത്തോട് ചേർത്ത് നിർത്തി നിങ്ങൾ ധ്യാനിക്കാൻ വേണ്ടി പഠിക്കണം. ഈ ജപമാലയിലെ മണികൾ നിങ്ങൾ കണ്ടില്ലേ? ഓരോ മുത്തുകൾക്ക് ഒരു ഉയരവും ഒരു ഇറക്കവുമുണ്ട്. ചിലപ്പോൾ ജീവിതത്തിൽ ഓരോ ജപമാലയിൽ ഓരോ മുത്തുകൾ നമ്മൾ ചൊല്ലുമ്പോൾ ജീവിതത്തിലുണ്ടായ ഉയർച്ചകളും താഴ്ചകളും നമ്മൾ ധ്യാനിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരുമിച്ച് ജപമാല ചൊല്ലുന്ന ഒരു രീതി നിങ്ങൾ ആരംഭിക്കണം. ചിലപ്പോൾ ചില ആൾക്കാർ ചിന്തിക്കും, നാളെ എങ്ങനെ ജപമാല തുടങ്ങുന്നത്, ഇതുവരെ ഞങ്ങൾ ചൊല്ലിയിട്ടൊന്നുമില്ലോ, അത് ഞങ്ങൾക്കൊരു നാണക്കേടല്ലേ, ആൾക്കാർ എന്ത് വിചാരിക്കും, അല്ല എൻ്റെ ജീവിത പങ്കാളി എന്ത് വിചാരിക്കും. നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ ഇന്നു മുതൽ ഈ ജപമാല മാസത്തിൽ ഈ ജപമാല ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിക്കേ, ഒരുപാട് നന്മകളും പുണ്യങ്ങളും അത്ഭുതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി തുടങ്ങും. ഹല്ലേലൂയ. ഒരു പുതിയൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു നോക്കിയേ, നിങ്ങളുടെ കുടുംബജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കൃപാവരങ്ങൾ ദൈവം ചൊരിയാൻ വേണ്ടി തുടങ്ങും. കുടുംബജീവിതമൊക്കെ നയിച്ചുകൊണ്ട് പോകുന്നു, ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ടും നിങ്ങൾ മാറി താമസിക്കുന്ന ആൾക്കാരാണോ? നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു നോക്കിക്കേ, നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയുമായിട്ടുള്ള ഒരു കാര്യം ദൈവം ചൊരിയാൻ തുടങ്ങും. ഹല്ലേലൂയ. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ ഏറ്റവും ആദ്യമായി മറിയത്തിൻ്റെ മാധ്യസ്ഥം വഴി നടക്കുന്ന അത്ഭുതമെന്ന് പറയുന്ന കാനായിലെ കല്യാണ വിരുന്നിലാണ്. ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ള ആ കുടുംബത്തിൻ്റെ മക്കളുടെ കല്യാണത്തിലാണ് ദൈവം ഒരു അത്ഭുതം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അവിടെ ഏറ്റവും പ്രശ്നം പറയുന്നത് അവരുടെ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയി. ചില ആൾക്കാരൊക്കെ ചോദിക്കും, പറയും, കുടുംബജീവിതം എങ്ങനെയുണ്ട്? പണ്ടത്തെ പോലെ സന്തോഷമില്ല, താല്പര്യമില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് പുതിയ സ്പാർക്കൊന്നും കിട്ടുന്നില്ല, ഞങ്ങൾ ഒരുമിച്ച് പോകാൻ പറ്റുമോ എന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രശ്നത്തിലൂടെയൊക്കെ ആ കുടുംബങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. ഈ കാനായിലെ കല്യാണ വീട്ടിലും സംഭവിച്ചെന്താണ്? അവരുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു കാര്യം തീർന്നുപോയി, വീഞ്ഞ് തീർന്നുപോയി. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു ലഹരിയില്ലാത്ത അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകും. ശാരീരിക മാനസികമായിട്ട് ഐക്യമില്ലാത്ത അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം. എന്നാൽ എന്ത് ചെയ്തു? മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം അവിടെ ഉണ്ടായപ്പോൾ ഒന്നുമല്ലാത്ത പച്ചവെള്ളം യേശുവിൻ്റെ അത്ഭുതം വഴി, കരങ്ങൾ വഴി വീഞ്ഞായി മാറാൻ തുടങ്ങി. പച്ചവെള്ളത്തിന് നിറവില്ല, അതിനൊരു ഗുണവുമില്ല, രുചിയുമില്ല, ലഹരിയൊന്നുമില്ല. പക്ഷേ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം വഴി പ്രാർത്ഥിച്ചപ്പോൾ യേശുവിൻ്റെ കരങ്ങളിലൂടെ അത് വീഞ്ഞായി മാറി. വെറും പച്ചവെള്ളത്തിന് നിറം വരാൻ തുടങ്ങി, ഗുണം വരാൻ തുടങ്ങി, മണം വരാൻ തുടങ്ങി, ലഹരി വരാൻ തുടങ്ങി. നിങ്ങൾ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ചില അനുഭവങ്ങളുണ്ടാവാം. നിറവില്ലാത്ത കുടുംബജീവിതമായിരിക്കാം, അല്ലെങ്കിൽ നല്ല സ്വാദില്ലാത്ത കുടുംബജീവിതമായിരിക്കാം, പരസ്പരം സ്നേഹമില്ലാത്ത കുടുംബജീവിതമായിരിക്കാം. മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഈ ജപമാല മാസത്തിൽ ദൈവം ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ചൊരിയാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും നിങ്ങൾ ചൊല്ലുന്ന ജപമാലയോട് ചേർത്ത് നിർത്തണം. ചിലപ്പോൾ സന്തോഷമാകാം, ചിലപ്പോൾ ദുഃഖമാകാം,
തള്ളിപ്പറയപ്പെട്ട അനുഭവമാകാം, മാറ്റി നിർത്ത അനുഭവമാകാം, ചിലപ്പോൾ കുടുംബത്തിന് മക്കളെ വളർത്തുന്നതോടുണ്ടാകുന്ന പ്രശ്നങ്ങളാകാം. എന്തു തന്നെയാകട്ടെ, ആ ജീവിതാനുഭവങ്ങളെല്ലാം ഈ ജപമാലയിൽ ഓരോ മുത്തിനോടും ചേർത്ത് നിർത്തി ഭാര്യ ഭർത്താക്കന്മാരായി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യം ഒരുപാട് നന്മകളും പുണ്യങ്ങളും ചൊരിയാൻ വേണ്ടി തുടങ്ങും. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരെ മധ്യേ ഞാനുണ്ടായിരിക്കും. സ്നേഹം നിറഞ്ഞവരെ, യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, കുടുംബജീവിതക്കാരുടെ തുണയും മാതൃകയുമായ പരിശുദ്ധ കന്യകാമാതാവ്, ഒരമ്മയായിരുന്ന, ഒരു മാതാവായിരുന്ന, ഒരു ഭാര്യയായിരുന്ന മറിയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങും. നിങ്ങൾ ഈ ജപമാല നിങ്ങളുടെ കരങ്ങളിൽ ഏന്തി നോക്കിക്കേ. നിങ്ങളുടെ ജീവിതം, കുടുംബജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടി തുടങ്ങും. നിങ്ങളുടെ വിരലുകളിൽ ജപമാല ചൊല്ലി തഴമ്പുകൾ ഉണ്ടാകട്ടെ. ഈ ജപമാല ഓരോ മണികളും നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എല്ലാം ഈ ജപമാലയോട് ചേർത്ത് നിർത്തുമ്പോൾ ദൈവം ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ചൊരിയട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമാതാവേ, ഈ ഒക്ടോബർ മാസത്തിൽ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കുടുംബങ്ങളിൽ നിൻ്റെ മാധ്യസ്ഥം വഴി ലഹരിയില്ലാത്ത അവസ്ഥകളുണ്ട്, നിറമില്ലാത്ത അവസ്ഥകളുണ്ട്. ഒരുപാട് പ്രശ്നത്തിലൂടെയും പ്രതിസന്ധിയിലൂടെയും അപമാനത്തിലൂടെയൊക്കെ ഞങ്ങൾ കുടുംബം കടന്നു പോവുകയാണ്. കാനായിലെ വീട്ടിലെ മാധ്യസ്ഥം നീ ചെയ്തതുപോലെ എൻ്റെ വീട്ടിലും മാധ്യസ്ഥം ചെയ്യണമേ. എൻ്റെ കുടുംബത്തിൽ നീ ഒരു അത്ഭുതം ചെയ്യണമേ. പ്രത്യേകിച്ച് ഈ ജപമാല മാസത്തിൽ ഞങ്ങൾ കുടുംബങ്ങളെ മുഴുവൻ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജപമാല മാസത്തെ എല്ലാ കുടുംബങ്ങളിലും സമർപ്പിക്കപ്പെടുന്ന ജപമാലയോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മാധ്യസ്ഥം വഴി ദൈവം ഒരുപാട് നന്മകളും പുണ്യങ്ങളും നമ്മുടെ കുടുംബജീവിതത്തിൽ ചൊരിയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.